Good evening, all. This is Siyat Illegal. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency trading platform in India. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നിഫ്റ്റി വീണ്ടും 4.5 lakh ക്രോഡ്സ് മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിൻ്റെ നഷ്ടമായി. നിഫ്റ്റി വീണ്ടും 90 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ദിവസമാണെന്ന്. TCS നിഫ്റ്റിയിൽ ഏകദേശം 22% വെയിറ്റേജ് ഉള്ള TCS ഓൾമോസ്റ്റ് 5% അടുത്ത് റാലി രേഖപ്പെടുത്തിയിട്ട് പോലും നിഫ്റ്റി ഇന്ന് തുടർച്ചയായിട്ട് 3 ദിവസം കനത്ത ഇടിവിലാണ്. പ്രതീക്ഷകൾക്കൊക്കെ വളരെ വലിയ തോതിൽ ഭംഗം വന്ന രീതിയിലാണ് ഇന്ത്യൻ നിക്ഷേപകർ. കാരണം ഇടിഞ്ഞ് താഴേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഇനിയും റിലയൻസും HDFC പോലെയുള്ള ഇൻഡെക്സ് വെയിറ്റ് സ്റ്റോക്കുകളുടെ നല്ല റിസൾട്ട് ആണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്ക് തിരിച്ചു വരവ്. കൂടാതെ തന്നെ യൂണിയൻ ബഡ്ജറ്റൊക്കെ ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. അതും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് കാരണമാകും. പക്ഷെ അതിനും ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. ഇനി ബഡ്ജറ്റാണ് ട്രെൻഡ് റിവേഴ്സലെങ്കിൽ, അതല്ല റിലയൻസിൻ്റെ റിസൾട്ടോ HDFC ബാങ്കിൻ്റെ റിസൾട്ടോ ട്രെൻഡ് റിവേഴ്സലായി വർത്തിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെന്നുള്ളതാണ് നിക്ഷേപകരുടെ ഒരു പ്രതീക്ഷ. ഇതൊക്കെ നമുക്ക് പറയാനാണ് പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് ഒരു വലിയൊരു മാസീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണ് മുന്നോട്ടും പോകുന്നത്. കൂടാതെ തന്നെ FISൻ്റെ സെല്ലിങ്ങിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സഡൻ ഫോള് 23,340 സപ്പോർട്ട് എടുത്തു. വീണ്ടും മാർക്കറ്റിൻ്റെ ഹൈ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് അല്ല, വീണ്ടും മാർക്കറ്റ് താഴേക്ക് പതിച്ചു. 27,437 എന്ന നിലയിൽ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ TCS 5.5% മുകളിലും, ടെക്കം 4%, HCL ടെക് 3%, വിപ്രോ 2%, ഇൻഫോസിസ് 2.5%. അപ്പോൾ നിഫ്റ്റി 50യിൽ 30 കമ്പനീസിൽ ഏകദേശം 38 കമ്പനീസ് ഇന്ന് റെഡിൽ അടച്ചപ്പോൾ ഇന്ന് ഗ്രീനിൽ അടച്ചത് വളരെ കുറച്ച് കമ്പനീസാണ്. അതിൽ നിഫ്റ്റി 50യിൽ തന്നെ ഏറ്റവും ടോപ്പ് ഗെയിനേഴ്സ് 5 ഇന്ന് IT സെക്ടറിലുള്ള കമ്പനീസാണ്. ശ്രീറാം ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അദാനി എൻ്റർപ്രൈസസ്, NTPC, ഭാരത് ഇലക്ട്രിക് തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 5 വരെയുള്ള ശക്തമായിട്ടുള്ളൊരു ഫോള് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 94,000, $1,300 ഉയർന്നു. ബ്രന്റ് ഓയിൽ 78, ഗോൾഡ് $10 ഇന്ന് ഉയർന്ന് $2,679 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.3% സ്പൈക്ക് ചെയ്ത് 14.8. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് ഇടിഞ്ഞു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റൊക്കെ ഇടിവിലാണ്. ഏറ്റവും താഴെ കാണാം യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. ബിറ്റ്കോയിൻ 91,000 ലോയിൽ നിന്ന് ഏകദേശം $3,660 ഉയർന്നിട്ടുണ്ട്. ബിറ്റ്കോയിനൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യൻ റുപ്പീസിൽ ഫണ്ടൊക്കെ ആഡ് ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് TCS നമ്മൾ കണ്ടു, 12% Q3 റിസൾട്ട് വർധനവുണ്ടായിരുന്നു. കൂടാതെ തന്നെ 72 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. IRDA സ്റ്റോക്ക് 5% ഇടിവ് രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ആയെങ്കിൽ കൂടിയും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഡെൽറ്റ കോർപ്പ്, നസാറ ടെക് തുടങ്ങിയ കമ്പനീസ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ GST കൗൺസിൽ 1.2 lakh ഒരു കെട്ടിവെക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി ആ ഓർഡർ സ്റ്റേ ചെയ്തു. അതാണ് ഡെൽറ്റ കോർപ്പും കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നസാറ ടെക് മൊബൈൽ കമ്പനിയാണ്. മൊബൈൽ കമ്പനിക്ക് ഏർപ്പെടുത്തിയ ആ ഒരു ഡ്യൂ ആയിരുന്നു 1.12 lakh ക്രോഡ്സ്. അപ്പോൾ അത് സുപ്രീം കോടതി സ്റ്റേ കൊടുത്തു. REC 6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഏകദേശം 4 ദിവസം കൊണ്ട് REC ഏകദേശം 15% ഇടിവ് രേഖപ്പെടുത്തി. ബോണസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദരതി കമ്പനി ഇന്ന് 7% റാലി രേഖപ്പെടുത്തി. US ലോസ് ആഞ്ചൽസിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള കാട്ടുതീയാണ്. വലിയ വമ്പന്മാരായിട്ടുള്ള പണക്കാർ താമസിക്കുന്ന ഏരിയയാണ് ലോസ് ആഞ്ചൽസിൽ ഉണ്ടായിട്ടുള്ള കാട്ടുതീ പടർന്ന ഒരു പ്രദേശം. അതുകൊണ്ടാവണം ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് എസ്പെഷ്യലി US ഫ്യൂച്ചർ നെഗറ്റീവാണ്. PCBL കെമിക്കൽ Q3 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 39% ഇടിവ് രേഖപ്പെടുത്തി. ഡിവിഡൻഡ് $5.50 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗ്രോത്ത് 6 മന്ത് ഹൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ കൂടിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. GDP എല്ലാം തന്നെ 4 ഇയർ ലോ ആയത് നമ്മൾ കണ്ടിരുന്നു. BHEലും ONGCയും തമ്മിലൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. കൂടാതെ തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഏറ്റവും ഒരു ലോവറിൽ ആണ് നിൽക്കുന്നത്.
ശ്രീറാം ഫിനാൻസ് ഇന്ന് 5% ഇടിവ് രേഖപ്പെടുത്തി. എക്സ്പ്ലിറ്റ് ദിവസമാണ് എന്നുള്ളത്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻഡസ്ഇൻഡ് ബാങ്കിനെ 4%, ഗോൾഡ്മാൻ സാക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് 4% ഫോള്. IRCTC കമ്പനി മക്യുറി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ IRCTC ഇന്ന് റാലി. അദാനി വിൽമർ എന്ന് ഇടിവ് രേഖപ്പെടുത്തി. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റേക്ക് സെല്ല് ചെയ്യുമെന്നുള്ള ന്യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇതാണുള്ള അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടിയിട്ട്. എല്ലാ ആളുകളും വളരെ വലിയ തോതിൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇങ്ങനെ പോകും മാർക്കറ്റിൽ. അങ്ങനെ ഒരു ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകാറില്ല. പക്ഷേ നമ്മുടെ GDP ഡേറ്റ നെഗറ്റീവ് ആയതാണ് ഒരു വലിയ പ്രശ്നമായത്. കാരണം FISനൊക്കെ സംബന്ധിച്ച് അവർ നോക്കുന്ന ഒരു വലിയ പാരാമീറ്ററാണ് GDP ഡേറ്റ. അപ്പോൾ എനിവേ ഇനി ഇപ്പോൾ Q3 റിസൾട്ട് HDFCയും റിലയൻസും നിഫ്റ്റീനെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് രക്ഷകനായിട്ട് വരുമോ എന്ന് കാത്തിരിക്കാം. എല്ലാവർക്കും രാത്രി. നല്ലൊരു വീക്കെൻഡ് നേരുന്നു. താങ്ക് യു.